ഇന്ന് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ MGNRIG പദ്ധതി ഇല്ലാതാക്കി, തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കി, ആ പദ്ധതിയിലൂടെ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്ന, ബഹുജനങ്ങൾക്ക് നൽകിയിരുന്ന സഹായങ്ങൾ, സാമ്പത്തികമായ നീക്കിയിരിപ്പ് എല്ലാം ഇല്ലാതാക്കി തൊഴിലുറപ്പ് പദ്ധതി എന്ന പദ്ധതിയെ മറ്റൊരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചിരിക്കുന്നു. റാംജി അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാനിരിക്കുന്ന ബില്ലാണ്. റാംജി, രാമൻ്റെ പേരിൽ ഈ രാജ്യത്തെ ചുടലക്കളമാക്കി മാറ്റി തീർക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. മര്യാദാ പുരുഷോത്തമനായ രാമൻ്റെ പേര് കൂട്ടിച്ചേർക്കപ്പെട്ടുകൊണ്ട് RSSും BJPയും ചേർന്ന് ഇന്ത്യയിലെ വൻകിട വ്യവസായികൾക്ക് വേണ്ടി, അവർക്ക് ഗ്രാമങ്ങളിലെ തൊഴിലില്ലാത്ത ജനങ്ങളെ ചെറിയ പൈസക്ക് തൊഴിലെടുപ്പിക്കാൻ വേണം എന്നുള്ളതുകൊണ്ട് ഈ പദ്ധതിയെ MGNRIGയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിട്ടുള്ളത്. പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ബില്ലിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് MGNRIG റിപ്പീൽ ചെയ്യപ്പെടും എന്നുകൂടിയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് പൂർണ്ണമായും തൊഴിൽ വിഹിതം, വേതനം കേന്ദ്ര സർക്കാരിൻ്റെ, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമായിരുന്നുവെങ്കിൽ നിലവിൽ അത് സംസ്ഥാനങ്ങളുടെ മേലേക്കിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇവരിപ്പോൾ ശ്രമിക്കുന്നത്. തൊഴിലുറപ്പ് വേതനം ഉൾപ്പെടെ നൽകേണ്ടത് സംസ്ഥാനങ്ങളായിരിക്കും എന്ന് വ്യവസ്ഥ ചെയ്യുകയാണ്. നേരത്തെ ഉറപ്പുവരുത്തിയതിനേക്കാൾ തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറക്കപ്പെട്ടിരിക്കുന്നു. ഇവരുടെ പുതിയ നിർദ്ദേശത്തിൽ 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പ് കൊടുക്കുക എന്നുള്ളത് MGNRIG പദ്ധതിയിലൂടെ മുന്നോട്ട് വെച്ചതാണ്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലെ 100 ദിനങ്ങൾ വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ് രാജ്യത്തിലെ കർഷക തൊഴിലാളി യൂണിയൻ, ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ വർക്കേഴ്സ് യൂണിയൻ ഉൾപ്പെടെയുള്ള എല്ലാ തൊഴിലാളി സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ആ തൊഴിൽ ദിനങ്ങൾ കേന്ദ്ര സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായം 60 കുറക്കുക എന്നുള്ളതാണ് ഈ ബില്ലിലൂടെ അവർ മുന്നോട്ട് വെക്കുന്ന ആശയം. ഇത് രാജ്യത്തെ പാവപ്പെട്ടവരായ മനുഷ്യരെ എല്ലാ അർത്ഥത്തിലും പ്രയാസകരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് വലിച്ചെറിയുന്നതാണ്. ഒരു കാരണവശാലും ഈ രാജ്യത്തെ തൊഴിലാളികൾക്ക്, കർഷകർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇപ്പോൾ നിലവിലിവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, മുന്നോട്ട് വെച്ചിട്ടുള്ള റാംജി ബിൽ. ഇവിടെ ഇന്ന് നമ്മളെല്ലാം അറിയുന്നത് നമ്മുടെ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ സൈറ്റിലൂടെ അപ്ലോഡ് ചെയ്യപ്പെട്ടതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച്, ആ ബില്ലിൻ്റെ ഉള്ളടക്കത്തിൽ നാം കാണുന്ന കാര്യങ്ങൾ എല്ലാ അർത്ഥത്തിലും തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്നതും, തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് യൂണിയൻ ഗവൺമെൻറ് നൽകേണ്ടുന്ന വിഹിതം 100% വേതന വിഹിതം യൂണിയൻ ഗവൺമെൻറ് നൽകേണ്ടതായിരുന്നു. എന്നാൽ അത് സംസ്ഥാനങ്ങളുടെ മുകളിലേക്ക് ഇടുക, ഫെഡറൽ സ്ട്രക്ചറിനെ തകർക്കുക എന്നുള്ളതാണ്. സംസ്ഥാനങ്ങളുടെ മുകളിൽ അധിക ബാധ്യത ഏൽപ്പിക്കുന്ന ഒരു സെൻട്രലി സ്പോൺസേഡ് സ്കീമായിട്ട് ആണ് നിലവിൽ അവർ MGNRIG പദ്ധതിയെ മാറ്റി തീർക്കാൻ ആഗ്രഹിക്കുന്നു. സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം നൽകേണ്ടുന്ന നികുതി വിഹിതം നൽകാതിരിക്കുക എന്നുള്ളതിനൊപ്പം സംസ്ഥാനങ്ങളുടെ മുകളിൽ അമിത സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കുക കൂടിയാണ് യൂണിയൻ ഗവൺമെൻറ് ചെയ്യുന്നത്. അതിനകത്ത് നാം കാണേണ്ടുന്ന ഒരു കാര്യം, മുൻകാലങ്ങളിൽ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും ഉൾപ്പെടെ ചെലവഴിക്കുന്നതിന് വേണ്ടി സംസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്ന നികുതി വിഹിതം, ആ നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കുകയും ഇപ്പോഴൊരു പുതിയ സെൻട്രലൈസ് സ്പോൺസേഡ് സ്കീം എന്ന പേരിൽ അവതരിപ്പിക്കുന്ന ഈ പദ്ധതിയുടെ സാമ്പത്തിക ബാധ്യത കൂടി സംസ്ഥാനങ്ങളുടെ മേലേക്ക് ഇടുകയാണ്. ഇപ്പോൾ ആശാ വർക്കർമാർ അത് 60-40 എന്നുള്ളതാണ് അതിൻ്റെ 60:40 എന്നുള്ളതാണ് അതിൻ്റെ ക്രമം. പക്ഷേ ഭൂരിപക്ഷം തുക ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാനങ്ങളാണ്. അംഗനവാടി വർക്കർമാർ, അതും സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്. അതിനകത്ത് ഭൂരിപക്ഷം തുക ഇപ്പോൾ നൽകുന്നത് സംസ്ഥാനങ്ങളാണ്. അപ്പോൾ ഈ പദ്ധതിക്കകത്തും സംസ്ഥാനങ്ങളുടെ മുകളിലേക്ക് ഭാരം അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് കാണുന്നത്. 1ാം UPA സർക്കാരിൻ്റെ കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ വലിയ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. രാജ്യത്തിലെ കർഷക തൊഴിലാളി സംഘടനകൾ എല്ലാവരും ഒന്നുചേർന്ന് വലിയ സമരത്തിലേക്ക് പോകുന്നതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കർഷക തൊഴിലാളി യൂണിയനുകളുടെ സംയുക്ത യോഗം ഇതിൻ്റെ ഭാഗമായിട്ട് വിളിച്ചു ചേർക്കപ്പെടാൻ പോകുന്നു. രാജ്യത്തിലെ കർഷക സംഘടനകളുടെ, തൊഴിലാളി സംഘടനകളുടെ എല്ലാ പിന്തുണയും ഈ സംയുക്ത ക്യാമ്പയിനിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല.